സ്വിച്ച് ക്യാമറ മോഡ്യൂളുമായിട്ട് വരുന്ന ഒരു ഫോണാണിത്. കണ്ടോ, ഈ ക്യാമറ മോഡ്യൂൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ രീതിയിൽ ഉപയോഗിച്ചോ, അതല്ലെങ്കിൽ ഈ സർക്കിൾ ഷേപ്പ് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാം. ഇനി ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് മാറ്റി വെച്ചിട്ട് വേറൊരു ഡിസൈൻ വാങ്ങിയിട്ട് അത് ഇതിലേക്ക് ഘടിപ്പിച്ച് കൊടുത്തുകൊണ്ട് പുതിയ ഡിസൈനുള്ള ക്യാമറ മോഡ്യൂൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഈ ഫോണിന്റെ പേരാണ് റിയൽമി GT8 Pro. അപ്പോൾ ഇന്ന് ഈ ഫോണിന്റെ വീഡിയോ ആണ്. ഇത് മാത്രമല്ല ബാക്കി ഒട്ടനവധി കാര്യങ്ങൾ, സ്നാപ്ഡ്രാഗൺ 8 Lite Gen 5 അടക്കമുള്ള ടോപ്പ് ലെവൽ സംഭവങ്ങളുണ്ട്. 200 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറയുണ്ട്. അങ്ങനെ ഒട്ടനവധി നല്ല ഘടകങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഷോർട്ടായിട്ടും ഫാസ്റ്റായിട്ടും ഒന്ന് പറയാം. ഒന്ന് അറിഞ്ഞു വെച്ചോളൂ GT8 Pro എന്ന് പറയുന്ന റിയൽമിയുടെ ഈ ഫോൺ എങ്ങനെയുണ്ടെന്നുള്ളത്. സോ അതായി കാണുന്നതാണ് ബോക്സ്. ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ആണ്. ബോക്സ് ഓപ്പൺ ചെയ്യാൻ ബോളിൽ തന്നെ ചെറിയൊരു ബോക്സ്. അതിൽ പതിപോലെ കേസ് ഡോക്യുമെന്റേഷൻ ഒക്കെ തന്നെയാണ്. കേസൊക്കെ നല്ല ക്വാളിറ്റിയാണ്, അങ്ങോട്ട് മാറ്റി വെക്കാം, അതവിടെ ഇരിക്കട്ടെ. ഫോൺ നമ്മുടെ കയ്യിലേക്ക് വരികയാണ്. ഇത് വന്നിരിക്കുന്നത് ഇതായി കാണുന്ന പോലെ റൗണ്ട് ക്യാമറ മോഡ്യൂളുമായിട്ടാണ്. കണ്ടോ, റൗണ്ട് ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂളായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ദൂരി മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു ബോക്സിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു പുതിയ ക്യാമറ മോഡ്യൂൾ വാങ്ങിക്കാവുന്നതാണ്. പല ഐറ്റംസ് അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് സിമ്പിളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചു. ഇനി സ്ക്രൂ അതേ പഴയപടി തന്നെ അവിടെ മുറുക്കി കൊടുക്കുക. ഞാനിത് മുറുക്കി കഴിഞ്ഞു. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ബോക്സ് ഷേപ്പിലുള്ള ഫോൺ റെഡിയായി. എനിക്കിതാ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇത് വെച്ചുകൊണ്ട് വീഡിയോ തുടരാം. അപ്പോൾ ഇതുപോലെ പല ടൈപ്പ്, ഗ്ലാസ് ടൈപ്പ് അടക്കമുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. വേണ്ടവർ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ഈ ക്യാമറ ഏരിയ ഡിസൈൻ ചെയ്ത് സെറ്റായിട്ട് ഉപയോഗിച്ച് തുടങ്ങാം. കാശ് കൊടുത്ത് സെപ്പറേറ്റ് വാങ്ങിക്കണം. വാങ്ങിക്കുമ്പോൾ കേസ് അടക്കമാണ് വരിക. കാരണം ഈ മാറ്റി എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കേസ് ചിലപ്പോൾ എല്ലാ കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയെന്ന് വരില്ല. സോ അപ്പോൾ അതുകൊണ്ട് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കേണ്ടി വരും. സോ അപ്പോൾ അതാണ് റിയൽമി GT8 Proയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ക്യാമറ മോഡ്യൂൾ. ഇനി ഈ ഫോണിന്റെ ബാക്കി ഘടകങ്ങൾ, ഡിസൈൻ ഒരു ലെതർ ടൈപ്പ് ഡിസൈനാണ്. പക്ഷെ ഒരു പേപ്പറിന്റെ ടൈപ്പ് ഒരു ഫീലാണ് കേട്ടോ. ഇതിൽ പേപ്പറിന്റെ ടൈപ്പിലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നൈസായിട്ടുണ്ട്, പക്ഷേ നല്ല ഡിസൈനാണ്. അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റഡിയാണ് ഫോൺ. യാതൊരു വിഷയമില്ല. ഡയറി വൈറ്റും അർബാൻ ബ്ലൂ ആണ് കളർ വരുന്നത്. നമ്മുടെ ഇതിലേക്കെന്താണ് ഈ അർബാൻ ബ്ലൂ എന്ന് മനസ്സിലാവാം. താഴെ സ്പീക്കർ ഗില്ല്, മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, ഡുവൽ നാനോ സിമെന്റ് ഏരിയ, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, കാലിയാണ്. ടോപ്പിൽ സ്പീക്കർ ഗില്ല്, മൈക്രോഫോൺ, IR സെൻസർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഫ്രണ്ടിലെ ഡിസ്പ്ലേ വളരെ സ്ലിമ്മായ ബെസിൽസോട് കൂടിയ നൈസ് ഒരു ഡിസ്പ്ലേ. അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. ഇതിൽ IP66, 68, 69 തുടങ്ങിയ എല്ലാ വാട്ടർ റേറ്റിംഗും വരുന്നുണ്ട്. സോ ഡ്യൂറബിലിറ്റിയുടെ കാര്യങ്ങളിലോ ഡിസൈൻ്റെ കാണാനുള്ള ഭംഗിയിലോ ഒന്നും ഒരു പ്രശ്നവുമില്ല. സെറ്റ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. 6.78 ഇഞ്ച് വരുന്ന 2K ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. 7000 nitsന്റെ ഹൈപ്പർ ഗ്ലോ ഉള്ള ഡിസ്പ്ലേ ആണ്. അതായത് ഏറ്റവും ടോപ്പ് ബ്രൈറ്റ്നസും കാര്യങ്ങളും ഈ ഒരു ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ 2000 nitsന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നുണ്ട്. ഔട്ട്ഡോർ ഒക്കെ സുഖമായിട്ട് കൊണ്ടുവന്ന് ഉപയോഗിക്കാം. പിന്നെ ഡിസ്പ്ലേയിൽ എല്ലാതരം സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് HDR10+, HDR VVD, ഡോൾബി വിഷൻ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സ് ആയിട്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം തന്നെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. വിഷ്വൽ ക്വാളിറ്റിക്ക് ഔട്ട്ഡോർ എവിടെയായാലും ഒരു പ്രശ്നവുമില്ല. പെർഫോമൻസിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Lite Gen 5 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. അറിയാം, നമുക്ക് ടോപ്പ് ലെവലാണ്. 4 million+ ആൻറ്റിറ്റ്യൂഡ് സ്കോറാണ് അവർ ക്ലെയിം ചെയ്യുന്നത് തന്നെ. അതിൽ തന്നെ നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ 3.7 ഒരു 37 ലക്ഷം, അതായത് 40 അവർ പറയുമ്പോൾ നമുക്ക് 37 കിട്ടുന്നുണ്ട്. അപ്പോൾ 3.7 million ആൻറ്റിറ്റ്യൂഡ് സ്കോർ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നല്ല ടോപ്പ് ലെവൽ പെർഫോമൻസ് ആണ്. നമ്മൾ ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ ഇത് 144 FPS വരെ ഗെയിം കളിക്കാം. നിങ്ങൾക്കിവിടെ കാണാം. നമ്മൾ കളിക്കുന്നിടയിൽ FPS ചെക്ക് ചെയ്യുമ്പോൾ 144 കാണിക്കുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് BGMI പോലുള്ള ഗെയിമുകളൊക്കെ അടിപൊളിയായിട്ട് കളിക്കാം. ഞാനൊരു ഗെയിം ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്കോറും ഇംപ്രസീവ് ആണ്. പിന്നെ 8 Lite Gen 5ന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ചിപ്പ് കൂടി വെച്ചിട്ടുണ്ട്. ഹൈപ്പർ വിഷൻ AI ചിപ്പ് എന്നാണ് അവർ പറയുന്നത്. കുറച്ചും കൂടിയും ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ സ്റ്റേബിളും ബൂസ്റ്റും ഒക്കെ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം AI ചിപ്പ്. ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും ഇങ്ങനെയാണ് ഒരു എക്സ്ട്രാ ചിപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഇറക്കുന്നത്. തീർച്ചയായിട്ടും നന്നായി. എന്തായാലും പെർഫോമൻസ് ഇവിടെ ഗംഭീരമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ VC കൂളിംഗ് സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 7K VC കൂളിംഗ് സെറ്റപ്പാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു VC കൂളിംഗ് ഏരിയ ഉണ്ട്. സോ ഹീറ്റിങ്ങിന് പ്രശ്നമൊന്നും അല്ലെങ്കിൽ ഞാൻ കണ്ടില്ല. സോ ഓവറോൾ നല്ല സിസ്റ്റം. ഹെവി പെർഫോമൻസ് നോക്കുന്നവർക്ക് അടിപൊളിയായിട്ട് തരുന്നുണ്ട്. പിന്നെ നോർമൽ പെർഫോമൻസ് ആയാലും വിഷയമൊന്നുമില്ല. റിയൽമി UI 7 ഏറ്റവും പുതിയ നല്ല സ്മൂത്തായ നൈസായ ആ UI ഇവിടെയുണ്ട്. അതായത് നമ്മൾ ഓപ്പോ ഫോണുകളിൽ ഇപ്പോൾ കാണുന്നുണ്ട്, OnePlusൽ കാണുന്നുണ്ട്. അതേ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്തും കിട്ടും. അതായത് നമുക്ക് ഒരു ഐക്കണിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഐക്കൺ വലുതാക്കുന്ന, ഷോർട്ട് കട്ട് ആഡ് ചെയ്യുന്ന പരിപാടികളൊക്കെ നമ്മൾ ഓൾറെഡി ആ ഫോണുകളുടെയൊക്കെ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ ഇവിടെയുണ്ട്. നോർമലി ഒരു വീഡിയോ വാൾപേപ്പർ പോലത്തെ സംഭവം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അപ്പുറത്ത് ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫോട്ടോ കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അതിന് താഴേക്ക് നോക്കിയാൽ പല തരത്തിൽ മോഡലിലും ഒക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് വേണ്ടുന്ന വാൾപേപ്പറും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഫ്ലക്സ് തീം എന്ന് പറയുന്ന സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്.
സോ എടുത്തിട്ട് ഉപയോഗിക്കുക, ഒന്നും പറയാനില്ല, സെറ്റായിട്ട് വർക്ക് ചെയ്തോളും. പിന്നെ കൺട്രോൾ സെൻറ്ററും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാം. വേറെ UI ഒന്നും യാതൊരു ലാഗോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല, എല്ലാം സ്മൂത്താണ്. ഈ അടുത്ത സമയങ്ങളിൽ എല്ലാ ബ്രാൻഡുകളും UI അതായത് യൂസർ എക്സ്പീരിയൻസ് നന്നാക്കാൻ വേണ്ടുന്ന കാര്യങ്ങളിൽ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. നന്നായിട്ട് തന്നെ അവിടെ കിടക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് അടിപൊളിയാണെന്ന് അർത്ഥം. പിന്നെ ഈ ഭാഗത്ത് എടുത്തു പറയാൻ AI ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതായത് നമ്മുടെ നിങ്ങൾക്ക് ഇവിടെ കാണാം റെക്കോർഡർ, വോയിസ് റെക്കോർഡർ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്ന പരിപാടി വരുന്നുണ്ട്. റൈറ്റിംഗ് ടൂൾ, എല്ലാതരം റൈറ്റിംഗ്, ഫോർമാറ്റിംഗ് അങ്ങനെയുള്ള പരിപാടികളെല്ലാം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എല്ലാതരം സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ സിസ്റ്റം പെർഫോമൻസ്, ഗെയിമിംഗ്, നോർമൽ യൂസർ എക്സ്പീരിയൻസ്, AI ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞ് പരത്തുന്നില്ല, സംഭവം പാക്ഡ് ആണ്. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 7000 mAh ടോപ്പ് ബാറ്ററി തന്നെയാണ്. ഇപ്പോൾ 7500 ഒക്കെ വരുന്നുണ്ട്, എന്നാലും 7000 നല്ല ബാറ്ററിയാണ്, ഒരു സംശയമില്ല. 5000 എന്നൊക്കെ പോകും, 7000 mAh റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, സുഖമായിട്ട് ഉപയോഗിക്കാം. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നല്ല രീതിയിലുള്ളൊരു ബാറ്ററി സെറ്റപ്പ്, ചാർജിങ് സെറ്റപ്പ് ഒക്കെ ഇതിനകത്തുണ്ട്. സോ ബാറ്ററിയുടെ കാര്യത്തിൽ ടെൻഷനേ വേണ്ട. ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗെയിം കളിക്കുമ്പോൾ കണക്ട് ചെയ്തിട്ട് കൊണ്ട് കളിക്കാനും പറ്റും, നേരെ ബോർഡിലേക്ക് ചാർജ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഹീറ്റിംഗ് ഒഴിവാക്കാം. സോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഘടകം 200 MP ടെലിഫോട്ടോ ക്യാമറ അടങ്ങുന്ന ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കിയേ. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ സാമ്പിൾസ്, സോണി OIS സപ്പോർട്ടുള്ള ക്യാമറയാണ്. ഇമേജുകൾ ഈ കാണുന്ന തരത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 50 MP അൾട്രാ വൈഡ് ക്യാമറ, അതിൻ്റെ സാമ്പിൾ ഞാൻ കാണിക്കുന്നുണ്ട്. 200 മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ സാമ്പിൾ ഞാൻ അവിടെ സൂം ചെയ്തെടുത്ത ഒരു ഇമേജ് ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. നല്ല ക്ലാരിറ്റിയാണ്. നമ്മൾ 6x ചെല്ലുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് 6x നമ്മൾ സൂം ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു ഏരിയ ഒന്ന് സൂം ചെയ്ത് ഫോട്ടോ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ആ ഒരു LG AC ആ ഒരു ഫാൻ ഏരിയ കൃത്യമായിട്ട് നമുക്ക് ആ ബോക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട്. സോ 6x സൂം ചെയ്തിട്ടും ആ ഒരു ക്ലാരിറ്റി കിട്ടുകയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഒരു ടെലിഫോട്ടോ ക്യാമറയാണെന്ന് പറയാം. പിന്നെ റെക്കോ GR എന്ന് പറയുന്ന ഒരു ടീമുമായിട്ട് ഇവരുടെ കൊളാബറേഷൻ, നമ്മൾ ഹസൽബ്ലാഡ് അങ്ങനെ ലൈക്ക അങ്ങനെ കേട്ടിട്ടില്ലേ, അതുപോലെ ഇതൊരു ലെൻസ്, ഡിജിറ്റൽ ക്യാമറകളുടെയൊക്കെ ലെൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ടീമാണ്. അവരുമായിട്ടൊരു കൊളാബറേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാമറയുടെ അകത്ത് സെറ്റിങ്സിൽ ക്യാമറയുടെ ഭാഗത്ത് റെക്ക് GR മോഡ് എന്നൊരു മോഡുണ്ട്. അതിനകത്ത് നമുക്ക് പല തരത്തിലുള്ള ഫോട്ടോസ് എടുക്കാം. ഈ ഫോട്ടോസ് കാണാം. ഇത് നോർമലായിട്ട് എടുത്ത ഫോട്ടോ ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. മറ്റേത് രണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതിൻ്റെ റെക്ക് ഈ പറയുന്ന ടീമിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡാണ്. പിന്നെ അത് അടുത്ത സീനിൽ ഞാൻ കാണിക്കുന്നു. അതിലെടുത്ത 2-3 വേറെ മോഡിലെടുത്ത ഫോട്ടോസാണ്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നുള്ളത് ചിന്തിച്ച് നോക്കുക. സോ അപ്പോൾ മെയിൻ ക്യാമറയുടെ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ്. ഫോട്ടോസിൽ സെൽഫി ക്യാമറ കൂടി നോക്കണം. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയാണ്. അതിൻ്റെ സാമ്പിൾസ് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. ഡേ ലൈറ്റും ആർട്ടിഫിഷ്യൽ ലൈറ്റും ഒക്കെ കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. സോ അത്യാവശ്യം തിരക്കിടില്ലാത്ത നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിൻ ക്യാമറ വീഡിയോ നല്ല ക്വാളിറ്റിയാണ്. 4K 120 FPS വരെ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. നിങ്ങൾ പ്രോ വീഡിയോ മോഡിലേക്ക് കയറിയിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു അഡീഷണൽ ബെനിഫിറ്റ് കൂടിയുണ്ട്. ലോഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലോഗ് വീഡിയോ ഷൂട്ട് ചെയ്യാം. അത് നമുക്ക് വേണ്ട രീതിയിൽ പോസ്റ്റ് പ്രോസസ്സിംഗിൽ കളർ ഗ്രേഡൊക്കെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൂടുതൽ എഡിറ്റിംഗ് കേപ്പബിലിറ്റി തരുന്ന ഒരു സംവിധാനമാണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതും നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ക്യാമറ. നല്ലതെന്ന് പറയുമ്പോൾ ടോപ്പ് ലെവൽ ക്യാമറയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭയങ്കര ടോപ്പ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ലാത്തൊരു ക്യാമറ, നല്ലൊരു ക്യാമറയാണ്. ക്വാളിറ്റി വൈസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. കാരണം അതെപ്പോഴും പേഴ്സണൽ പ്രിഫറൻസ് ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാ ഘടകങ്ങളും പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ വിശദീകരിക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപയോഗിച്ച് നോക്കിയാലേ നമുക്ക് കുറച്ച് വിശദമായിട്ട് പറയാനുണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ മെയിനായിട്ടുള്ള ഇതിൻ്റെ ഘടകങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്തായാലും സ്വിച്ച് ക്യാമറ മോഡ്യൂൾ എന്നുള്ള സംഭവമാണ് ഇതിലത്തെ ഒരു വെറൈറ്റി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടെന്നുള്ളത് പറയുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിത് കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ വിശദമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഒരു ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ അത്രയുമാണ് Realme GT8 Pro എന്ന് പറയുന്ന ഈ ഫോണിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. ഇതിപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതെന്ന് എനിക്ക് തോന്നിയ കുറച്ച് നല്ല കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾക്ക് പിന്നെ നോക്കാം. സോ അപ്പോൾ ഫോണിനെ കുറച്ച് ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ അത്രയുമാണ് നമ്മുടെ എന്തൊരു GT8 Pro വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണാം.